ബാപ്പുജി സ്മൃതിവേദിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധിജിയുടെ കൊച്ചി സന്ദർശനത്തിന്റെ 100ാം വാർഷികം ആഘോഷിച്ചു. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം മുതിർന്ന മാധ്യമപ്രവർത്തകൻ എം.വി. ബെന്നി ഉദ്ഘാടനം ചെയ്തു. പ്രമുഖർ പങ്കെടുത്ത ചടങ്ങിൽ ഗാന്ധിജിയുടെ ആശയങ്ങൾ പുതുതലമുറയ്ക്ക് പകർന്നു നൽകി. ബാപ്പുജി സ്മൃതിവേദിയുടെ ആഭിമുഖ്യത്തിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ കൊച്ചി സന്ദർശനത്തിന്റെ 100ാം വാർഷികം ആഘോഷിച്ചു. മുഴുവൻ മതങ്ങളെയും മനുഷ്യരെയും ഒന്നിപ്പിച്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കൈവരിക്കുന്നതിനായി 1925 മാർച്ച് 8-ാം തീയതിയാണ് ഗാന്ധിജി കൊച്ചിയിലെത്തിയത്. 100ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം മുതിർന്ന മാധ്യമപ്രവർത്തകൻ എം.വി. ബെന്നി ഉദ്ഘാടനം ചെയ്തു. വരികയും ഗാന്ധിയെ അനുസ്മരിക്കുകയും ചെയ്യുക എന്നുള്ളത് സാധാരണഗതിയിൽ പതിവുള്ളൊരു കാര്യമല്ല. നമ്മൾ ആഗ്രഹിച്ചാലും സാധാരണഗതിയിൽ നടക്കണമെന്നില്ല. അതുകൊണ്ട് തീർച്ചയായും ഇങ്ങനെ ചടങ്ങിൽ പങ്കെടുക്കാൻ അത്യധികമായ സന്തോഷം എനിക്കുണ്ട്. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടുന്ന ഏറ്റവും മഹാനായ മനുഷ്യനാണ് മഹാത്മാഗാന്ധി. എന്ന് മാത്രമല്ല, ആ സ്വാതന്ത്ര്യ സമരത്തിന് അദ്ദേഹം ആദ്യാവസാനം അഹിംസയെ മുറുകെ പിടിക്കും. അഹിംസാ സിദ്ധാന്തത്തിലൂടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ദൃഢപ്രതിജ്ഞ കൊണ്ടാണ് പരമാവധി അക്രമമില്ലാതെ ന്യായത്തിൻ്റെ വഴിയിലൂടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടാൻ കഴിഞ്ഞത്. പൊതുപ്രവർത്തകനായ ഫ്രാൻസിസ് ഇ. അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇംഗ്ലീഷ് സാഹിത്യകാരി പ്രതിമ ആഷർ മുഖ്യപ്രഭാഷണം നടത്തി. Any of you are acquainted with the life of Mahatma Gandhi, you will realize that throughout his life he had been rebelling, he had been breaking established norms, he had done things which would not have been accepted by his family, etc. For example, in those days, it was forbidden for members of his caste to cross the seas. ഇവിടെ വിദേശം പോകാൻ പാടില്ല. അപ്പോൾ ഗാന്ധിജി ഇംഗ്ലണ്ട് പോകുമ്പോൾ he was removed from the community. പിന്നെ when he came back, he had to go through purification rites. ഇനി രണ്ടാമത് കമ്മ്യൂണിറ്റിയിൽ വരാമെന്ന് അയാൾക്ക് കുറേ പൂജയൊക്കെ ചെയ്യാനായിരുന്നു. ആശംസകൾ നേർന്നുകൊണ്ട് അഡ്വക്കേറ്റ് തോമസ് മൈക്കിൾ, രാഹുൽ എൻ ആഷർ, CS ജോസഫ്, CA നാസർ, മുകേഷ് ജെയിൻ, KJ ആന്റണി, MM സലീം, മാക്സ് മില്യൻ, ഷെരീഫ് ഇളവന എന്നിവർ സംസാരിച്ചു. പുതുതലമുറയ്ക്ക് ഗാന്ധിജിയുടെ ആശയങ്ങൾ പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെ 50ഓളം കുട്ടികൾക്ക് ഗാന്ധിജിയുടെ ആത്മകഥയായ എന്റെ സത്യാന്വേഷണ പരീക്ഷണം എന്ന പുസ്തകം എറണാകുളം ജില്ലാ അധ്യാപക അസോസിയേഷൻ പ്രസിഡന്റ് പാൻസി ഫ്രാൻസിസ് സമ്മാനിച്ചു. ഗാന്ധിജി കൊച്ചിയിൽ വന്നപ്പോൾ താമസിച്ച മധൂർദാസ് ആഷറിന്റെ പൗത്രൻ രാഹുൽ എൻ ആഷർ, സാമൂഹ്യ പ്രവർത്തകനും പക്ഷിമൃഗസ്നേഹിയും സംരക്ഷകനുമായ മുകേഷ് ജെയിൻ, അനാഥരെയും നിരാലംബരെയും HIV രോഗികളെയും സംരക്ഷിക്കുന്ന CH ജസ്റ്റിൻ എന്നിവരെ ചടങ്ങിൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR ഒപ്റ്റിക്കൽസ്, നിയർ ഫെഡറൽ ബാങ്ക്, പള്ളുരുത്തി. സ്പെക്സ് വേൾഡ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരുവേലിപ്പടി. KR ഒപ്റ്റിക്കൽസ്, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി.